Assalamualaikum and welcome back to my YouTube channel. ഇന്ന് ഞാനിവിടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എഗ് പഫ്സ് ആണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടഫാണ് ഉണ്ടാക്കാൻ എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. നൈസായിട്ട് നല്ല കനം കുറച്ചിട്ടാണ് അരിഞ്ഞേക്കണത്. അങ്ങനെ തന്നെ അരിഞ്ഞു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ടേസ്റ്റ് ഒരു ഡിഫറൻസ് വരും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട പോലെ ഇരിക്കുമല്ലോ, അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. പിന്നെ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ഈ ഒരു ടൈമിൽ കറക്റ്റ് ഉപ്പ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കിനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ സവാള തെറിച്ചൊക്കെ പോകുന്നുണ്ട്, അങ്ങനെയൊന്നും പോകരുത് കേട്ടോ. അങ്ങനെയൊക്കെ പോയാൽ നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്തിടണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പഫ്സ് കറക്റ്റ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യണത് കുറച്ച് വേപ്പില, കറിവേപ്പിലയാണ്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ചേർക്കണില്ല. പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ നമുക്ക് കുറച്ചിട്ടാൽ മതി. പിന്നെ ഞാനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയാണ്. അതൊക്കെ നിങ്ങളുടെ ആ ഒരു എരിവ് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു റോ സ്മെല്ല് മാറണ വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മുടെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മസാല ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിവിടെ 6 പപ്സിനുള്ള ഒരു മസാലയാണ് ഉണ്ടാക്കിയേക്കണത്. പിന്നെ ഞാനിതിലേക്ക് 3 മുട്ട ബോയിൽ ചെയ്തിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ആരും ഇട്ട് കൊടുക്കാറില്ല, പക്ഷെ ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും. പിന്നെ ഞാനിവിടെ പഫ്സിൻ്റെ ഷീറ്റാണ് എടുത്തേക്കണത്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ആ സവാള മസാലയില്ലേ, ആ മസാല ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗ് ആ മസാലയിൽ ഇട്ടിട്ടുണ്ടായില്ലേ, അത് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അത് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ മടക്കി കൊടുക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ മടക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് 1 മുട്ട നമ്മൾ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലേക്കൊക്കെ. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളർ പഫ്സ് അല്ലേ കിട്ടുക. അപ്പോൾ ആ ഒരു ബ്രൗൺ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നത്. എഗ്ഗിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ അതും യൂസ് ചെയ്യുക. ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എഗ്ഗാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് എല്ലാവരും നന്നായിട്ടൊന്ന്
ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 6 പപ്സിൻ്റെയാണ് ചെയ്തത്. എല്ലാം എഗ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഓവനിൽ വെച്ച് കൊടുക്കുക. ഒരു 180 ഡിഗ്രി ടു 195 ഡിഗ്രി, അതിൽ ഒരു 20 മിനിറ്റ്സാണ് ഞാൻ വെച്ചത്. പിന്നെ ഞാൻ അതിൽ നിന്ന് എടുക്കണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാനത് എടുത്ത് ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ മാറ്റി. ഇപ്പം നമ്മുടെ പപ്സ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.